ഗൈസ്, മുടി കൊണ്ട് കളിക്കാത്ത അതിരക്കളി ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഇപ്പം മുടി കൊഴിച്ചിലുകൊണ്ട് ഒരു രക്ഷയില്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ ഇന ബ്യൂട്ടി പാർലറിലേക്ക് പോയത് കേട്ടോ, നമ്മുടെ സ്വന്തം ജിഷേച്ചിൻ്റെ അടുത്ത്. അവിടെ എത്തിയതും ഞാനൊന്ന് ത്രെഡ് ചെയ്തു, കുറേ നാളുകളായി ത്രെഡ് ചെയ്യാത്തത്. അപ്പോൾ നല്ല പെയിനും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ജിഷേച്ചി പറഞ്ഞത് നമുക്കിപ്പോൾ ഈ ഒരു ഇതിന് ട്രീറ്റ്മെൻറ്റായിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്പായാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്പാ ചെയ്യാൻ നിന്നു. ഈ കാണുന്നത് ജിഷേച്ചി അല്ല കേട്ടോ, ജിഷേച്ചിൻ്റെ സ്റ്റാഫാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഹെയർ വാഷിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ്ടൊക്കെയോ വാരി തേക്കുന്നുണ്ട്, എന്തോ അറിയില്ല എന്താണെന്നൊക്കെ. അപ്പം നമ്മൾ ആ ബാക്കിൽ നിൽക്കുന്നതാണ് കേട്ടോ ജിഷേച്ചി. അപ്പോൾ പിന്നെ ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പുള്ളി എനിക്ക് മുടി മുറിച്ച് തരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നല്ല സർവീസാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു സ്റ്റാഫായിട്ടുള്ള ബീനയാണ് കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് ഈ ഹെൽത്ത് മസാജും അതുപോലെ തന്നെ ഹെയർ മസാജും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. നമ്മുടെ മധൂർ റോഡിലുള്ള ബ്ലാക്ക് പേളിൽ നിന്ന് മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഈ ജിഷേച്ചീൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായത്. അതിന് ശേഷം ഞാൻ അവിടെ തന്നെയാണ് ചെയ്യാറുള്ളത്. നമുക്ക് കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ അവരുടെ സർവീസ് അടിപൊളിയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ അവിടെ തന്നെയാണ് പോകാറുള്ളത്. അപ്പോൾ ഒരു പ്രൊമോഷനൊന്നുമല്ല, പക്ഷെങ്കിലും എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേലും. അത് കഴിഞ്ഞ് ദേണ്ട എന്തോ ഒരു സാധനം എൻ്റെ തലയിലോട്ട് ഇങ്ങനെ കമ്മിറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ആദ്യം വെച്ചപ്പോൾ ഒന്നും തിരിഞ്ഞില്ല, നന്നായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ, ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലയൊക്കെ നന്നായിട്ട് എന്താ പറയണ്ടേ, മസാജൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് ചൂട് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മിഷനൊക്കെ തലേൻ്റെ മുകളിൽ കയറ്റി വെക്കുന്ന സമയത്ത് ആദ്യം തന്നെ ടിഷ്യൂ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ടിഷ്യൂ എന്തിനാണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ടിഷ്യൂവിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ബീന പറഞ്ഞു ആവശ്യം വരും അവിടെ വെച്ചോ എന്നുള്ളത്. പിന്നെയല്ലേ കാര്യം പിടികിട്ടിയത് എന്തിനാണെന്നുള്ളത്. ഒന്നാകെ ആവി ഇറങ്ങുമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ മുഖമൊക്കെ നമുക്ക് തന്നെ ഒരു നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഹെയർ വാഷാണ്. ആ മസാജും ആവി പിടുത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തണുത്ത വെള്ളം തലയിലോട്ട് വീഴുമ്പോഴത്തേനും ആഹാ എന്തോ ഒരു സുഖമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഹെയർ ഒരു ടവലൊക്കെ വെച്ച് നന്നായിട്ട് തുടച്ച് പിന്നെ അതിന് ശേഷം ഒന്ന് ഉണക്കുന്ന പരിപാടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ മുമ്പത്തെ കാലം ഞാനൊന്ന് ആലോചിച്ചു പോയി കേട്ടോ. കാരണം നല്ല മുടി ഉണ്ടായിരുന്നു എനിക്ക്. നീളമല്ല, ഒരു അത്ര ഇടത്തരത്തിലുള്ള നീളേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നല്ല കട്ടിയുള്ള മുടിയായിരുന്നു. രണ്ട് ഭാഗത്തൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ അത്ര കാണാനുണ്ടാവും. ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് എല്ലാ സ്റ്റൈൽ ഇറങ്ങുമ്പോഴും അതുപോലെ പോയി മുടി കട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ കളിച്ചതിൻ്റെതാണ്. ഇപ്പം മുടിയൊന്നുമില്ല, അത് വേറെ കാര്യം. പിന്നെ എന്തായാലും ഇപ്പോൾ ഇനിയൊന്ന് ഹെയറൊക്കെ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്പായൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിന് ശേഷം ഒരു വകച്ചലൊക്കെ എടുത്ത് എന്തോ അതിൽ ഇതാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി ഒരു ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്, അതും കൂടി കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എന്ന് പറയണം നടന്നു കഴിഞ്ഞാൽ നമ്മളെ കല്യാണമാണ്. അപ്പോൾ കാസർഗോഡ് കല്യാണിലേക്ക് കയറി. അപ്പോൾ ഓണം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വമ്പൻ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പർച്ചേസിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം.